ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കൂന്തൽ വെച്ചിട്ട് കൽമാസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു സവാള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂന്തളും കഴുകിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അതിൻ്റെ നല്ലൊരു മണം വരുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് സവാള ചേർക്കാം. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല വലുതായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വഴറ്റുക. അതിന് ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ഒരു ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് കളർ ആയാൽ മതി. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് മസാലപ്പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മെഷറിംഗ് സ്പൂണിലത്തെ സ്പൂണല്ല, ഇത് നമ്മൾ സാധാരണ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, അതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണത്. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി, അതേ അളവിൽ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതും, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികളാണ് നമുക്ക് ഉള്ളിയിൽ ചേർത്ത് വഴറ്റേണ്ടത്. അപ്പോൾ ഞാൻ ആ പൊടികൾ ഇടുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ട് കാണിച്ചു തന്നത്. ഇത്രയും പൊടികളാണ് നമ്മളിതിൽ ചേർക്കേണ്ടത്. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയത് ഇപ്പോൾ ഒരു കൈപിടിയാണ് ഇട്ടത്, ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായി വറുക്കണം. ആ തേങ്ങൻ്റെ നല്ല മൂത്ത മണം വരുന്ന വരെ വറുക്കണം. എന്നാലാണ് ഈ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൾ മുറിച്ച് വെച്ചത് ചേർക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ തന്നെ മീനിൽ തന്നെ പിന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. കുറേ നേരം ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. ഒരു 3-4 മിനിറ്റ്, കാരണം നമുക്കിത് ഒരിക്കൽ കൂടെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട്, വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അതുണ്ടാവും ആ കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളം വറ്റും. ആ വറ്റണ വരക്കും ഒന്ന് അടച്ച് വേവിച്ചാൽ മതി. ഇപ്പം ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനിയിപ്പോൾ ആ കൂന്തൾ പിന്നെ 3/4 ഭാഗവും വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേവിനി നമ്മളിനി ഒന്നും കൂടെ വേവിക്കും. ഇത് ആ സമയം കൊണ്ട് കറക്റ്റ് വേവായിക്കോളും. ഇനി നമുക്ക് ഇത്രയും മതി. ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റിയേക്കാം. ഇനി വേണ്ടത് കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പോളം തേങ്ങ, 5-6 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ നന്നായി ഒന്ന് ചതച്ച് മാറ്റിയേക്കാം. പിന്നെ ഇത് കൽമാസ് ഉണ്ടാക്കാനായിട്ടുള്ള പൊടി എടുക്കുക. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നെയ്പത്തൽ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ. ഇത് അതില്ലെങ്കിൽ പച്ചരി ഉണ്ടാക്കിയാലും മതി. പുട്ടുപൊടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുക. പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു പൊടി കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അറിയില്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ ചാനലുകളിൽ ഇതിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ചതച്ചത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടുള്ള വെള്ളം ഒഴിക്കുക. നല്ല തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല, തിളച്ചിട്ട് കുറച്ച് സമയം വെച്ചിരുന്ന വെള്ളമാണ്. അതൊഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചൂടാറിയ വെള്ളത്തിൽ, അതായത് തണുത്ത വെള്ളത്തിലും കുഴച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളത്തിലാണ് പിന്നെ കുഴച്ചെടുക്കുന്നത്. നല്ലൊരു 10 മിനിറ്റോളം നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് ചൂടാറും ചെയ്യട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് എത്ര വലുപ്പത്തിലുള്ള കൽമാസാണോ വേണ്ടത് അത്രയും വലുപ്പത്തിലുള്ള ഉരുളകൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വലുതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വലിയ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ വലിയ ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി വേണ്ട, ഒരു പാകത്തിനുള്ള ഒരു കട്ടിയിൽ പരത്തിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ, ആ ഒരു മസാല അത് ഇതിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൂന്തളുടെയൊക്കെ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കൂർത്തിട്ടും മറ്റേ സൈഡ് ഇത്തിരി ഫ്ലാറ്റ് ആക്കിയിട്ടും അങ്ങനെയാണ് പിന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടോ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ആ ഒരു ഷേപ്പിലാക്കി വെക്കാം, മറ്റേ ഭാഗം ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊന്ന് ആവി കയറ്റിയ ശേഷം ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ കുറേ നാളിരിക്കും. ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. 15 മിനിറ്റിൽ തന്നെ ഇത് വെന്ത് കിട്ടും. കാരണം ഓൾറെഡി നമ്മൾ ചുടുവെള്ളത്തിലൊക്കെ കുഴച്ച മാവാണല്ലോ. പിന്നെ ഉള്ളിലത്തെ മസാല മുക്കാലും വെന്തതാണ്.
ഇപ്പം 15 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് മാറ്റാം. ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് ചൂടാറിയ ശേഷം ചെയ്താലും മതി. നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവണ മുമ്പ് തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ 2 വെളുത്തുള്ളി ചതച്ചതും കുറച്ചൊരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി, ആ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മസാല കരിയുമില്ല, പാകത്തിന് ആ ഒരു പിന്നെ പച്ചമണമൊക്കെ പോയി കിട്ടുകയും ചെയ്യും. പിന്നെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി കേട്ടോ. ഇനി ഞാനിതിന്ന് കുറച്ച് മസാല കോരി മാറ്റിയേക്കുന്നുണ്ട്. കാരണം ഞാനിത് 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഒന്നിച്ച് മസാല ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമല്ലോ രണ്ടാമത്തെ ബാച്ച് ആകുമ്പോഴേക്കും. അപ്പോൾ കുറച്ച് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച കൽമാസ് ഓരോന്നായിട്ട് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടിയെ തിരിച്ച് മറിച്ചിട്ടാൽ മതി. കുറേ സമയത്ത് മൊരിയിപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല, മുളക് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് വേഗത്തിൽ തന്നെ അത് ചെയ്യണം കേട്ടോ. എല്ലായിടത്തും ആവണ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു കൽമാസാണിത് കേട്ടോ. ഇതുപോലെ മുട്ട വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും വേറെ മീൻ, ചെമ്മീൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. കൂന്തൽ വെച്ചുണ്ടാക്കിയാൽ വേറൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.